നമസ്കാരം. ഒക്ടോബർ 15 ദുബായ് വാർത്തയുടെ നൈറ്റ് അപ്ഡേറ്റ്സ് ലൈവ്. ഇന്നലെ രാത്രി ഇതേ സമയം ദുബായ് എയർപോർട്ടിൽ ടെർമിനൽ 3-ൽ കുടുങ്ങിപ്പോയ മലയാളികൾ ഇന്നിപ്പോൾ അല്പം മുമ്പ്, ഒരു 5 മിനിറ്റ് മുമ്പ് അല്ലെങ്കിൽ 10 മിനിറ്റ് മുമ്പ് ഓരോരുത്തരായി അവസാനത്തെ ബാച്ചും പുറത്തിറങ്ങാൻ തുടങ്ങിയിരിക്കുന്നു. വന്ന് അവസാനം 12 പേരായിരുന്നു ബാക്കി അരമണിക്കൂർ മുമ്പ് വരെ. അതിനുശേഷം ഏതായാലും കാശ് 2000 ദിർഹം കയ്യിലുണ്ട് എന്ന് കാണിക്കാൻ പറ്റുകയും അതനുസരിച്ച് പിടിച്ചു വയ്ക്കപ്പെട്ട പാസ്പോർട്ട് തിരിച്ച് യാത്രക്കാർക്ക് കൊടുക്കുകയും പിന്നീട് അവർ അവസാനത്തെ സംഘവും എമിഗ്രേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ഈ ലൈവ് ആരംഭിക്കുന്നത്. അതിൽ തന്നെയുള്ള 3-4 ആളുകൾ ഇതിനകം പുറത്തിറങ്ങിയിട്ടുമുണ്ട്. ഇന്നലെ ഗോ എയർ വന്നവരാണ്, കണ്ണൂരിൽ നിന്നെത്തിയവരാണ് ചെറുപ്പക്കാർ, ഇങ്ങനെ വിസിറ്റ് വിസക്കാർ ദുബായ് എയർപോർട്ടിലെ ടെർമിനൽ 3-ൽ കുടുങ്ങിയത്. എന്തായിരിക്കും ഇതിൻ്റെയൊക്കെ കാരണം എന്നുള്ളത് ഇതിനകം തന്നെ നമ്മളെല്ലാവരും അറിഞ്ഞതാണ്. വർഷങ്ങൾക്ക് മുമ്പേ UAE നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന, എന്നാൽ അത്ര കണ്ട് കർശനമാക്കാതിരുന്ന ചില കാര്യങ്ങളുണ്ട്, വ്യവസ്ഥകളുണ്ട്. ഒരു വിസിറ്റ് വിസയിൽ, ടൂറിസ്റ്റ് വിസയിലൊക്കെ വരുന്ന ആളുകൾ, ദുബായിലേക്കോ ഷാർജയിലേക്കോ UAEയിൽ എവിടെയെങ്കിലും വരുന്ന ആളുകൾ നിർബന്ധമായും റിട്ടേൺ ടിക്കറ്റ് കയ്യിൽ കരുതിയിരിക്കണം. ഇത് കയ്യിൽ കരുതിയിട്ടാണല്ലോ വരുന്നത് എന്നൊരു പക്ഷേ ചോദിക്കാം. അതിൻ്റെ മറുപടിയുണ്ട്. 2, താമസിക്കാൻ പോകുന്നത് എവിടെ? ഏതെങ്കിലും ബന്ധുവിൻ്റെ വീട്ടിലാണെങ്കിൽ അദ്ദേഹം എൻഡോഴ്സ് ചെയ്തിരിക്കണം. എൻ്റെ വീട്ടിൽ താമസിക്കുന്നു, എൻ്റെ അഡ്രസ്സ് ഇതാണ്, എൻ്റെ എമിറേറ്റ്സ് ഐഡി ഇതാണ്. അങ്ങനെ എത്ര പേർ രേഖ കൊണ്ടുവരുന്നു എന്നുള്ളത് രണ്ടാമത്തെ വിഷയം. ഇന്നിപ്പോൾ എയർ ഇന്ത്യ എക്സ്പ്രസും എയർ ഇന്ത്യയും വിമാന കമ്പനികളെല്ലാം ഇത്തരത്തിൽ വരുന്ന ആളുകൾ ഇതെല്ലാം കൊണ്ടുവരണം എന്ന കാര്യം നിഷ്കർഷ പോലെ പറഞ്ഞിട്ടുണ്ട്. ഇതിനിടയിൽ പിന്നെ 2000 ദിർഹം എങ്ങനെ വന്ന് കയറി? എമിഗ്രേഷനിൽ വരുമ്പോൾ ഉദ്യോഗസ്ഥർ ആദ്യം ചോദിച്ചത് 2000 ദിർഹം കയ്യിലുണ്ടോ, എത്ര കാശ് കയ്യിലുണ്ടെന്നാണ്. 2000 എന്ന് എടുത്ത് ചോദിച്ചിട്ടില്ല. എത്ര കാശ് കയ്യിലുണ്ട്? ഒരു കാശും കയ്യിലില്ല. ഹോട്ടൽ ബുക്കിംഗ് ഉണ്ടോ? ഇല്ല. റിട്ടേൺ ടിക്കറ്റിൻ്റെ കോപ്പി കാണട്ടെ, കൊടുക്കുന്നു. പക്ഷേ ആ റിട്ടേൺ ടിക്കറ്റ് ട്രാവൽ ഏജൻസിയോ ഇടനിലക്കാരോ ആരോ കൊടുത്തേച്ചിരിക്കുന്ന ഒരു ഡമ്മി കടലാസാകാം. ഇതൊക്കെ മനസ്സിലാക്കാൻ തക്ക പ്രജ്ഞയിൽ ആണ് ഉദ്യോഗസ്ഥർ ഇരിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളുടെ സംശയം വെച്ചുകൊണ്ട് ആദ്യം ഒരു വൻ നിര, 500-ലധികം പാകിസ്ഥാനികൾ, ഒരൊറ്റ എണ്ണത്തിൻ്റെ കയ്യിലും ഒരു രേഖയുമില്ല, ഇൻഷുറൻസ് പോലുമില്ല. ഇങ്ങനെയൊക്കെ വന്നിറങ്ങിയ ആളുകൾ ഒരു ദുസ്വാധീനം പോലെ ചില തെറ്റായ കീഴ്വഴക്കങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുവരുമ്പോൾ ഇതിന് എവിടെയെങ്കിലും ഒരു തട ഇട്ടല്ലേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതിനിടയിൽ സാമൂഹിക പ്രവർത്തകരും കോൺസുലേറ്റ് വൃത്തങ്ങളും നമ്മുടെ മലയാളികളുടെ ഇന്ത്യക്കാരുടെ വിഷയത്തിൽ 200-ലധികം ഇന്ത്യക്കാരുണ്ടായിരുന്നു. അവരുടെ വിഷയത്തിൽ ഇടപെട്ടു. ഒരുപാട് പേർക്ക് തിരിച്ചു പോകേണ്ടി വന്നു ഇതിനിടയിൽ എന്നാണ് റിപ്പോർട്ടുകൾ. ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നു ഈ വിഷയത്തിൽ ഇന്ന് വൈകുന്നേരം മുതൽ വളരെ സജീവമായി ഇടപെടുകയും പ്രത്യേകിച്ച് കോൺസുലേറ്റുമായി ഇടപെട്ടുകൊണ്ട് എങ്ങനെയാണ് ഈ ആളുകളെ പുറത്തു കൊണ്ടുവരാൻ പറ്റുക എന്ന കാര്യത്തിലൊക്കെ സംസാരിച്ച സാമൂഹ്യ പ്രവർത്തകൻ മിസ്റ്റർ നസീർ വാടാനപ്പള്ളി ചേരുകയാണ്. ഇതിൻ്റെ എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഉദ്യോഗസ്ഥർ നൽകുന്ന, കോൺസുലേറ്റ് നൽകുന്ന ഒരു വിശദീകരണം നേരിട്ട് കണ്ട് മനസ്സിലാക്കിയ ആളെന്ന രൂപത്തിലാണ് മിസ്റ്റർ നസീർ വാടാനപ്പള്ളിയെ ഇതിലേക്ക് സംസാരിക്കാൻ ക്ഷണിക്കുന്നത്. അസ്സലാമു അലൈക്കും. നമസ്കാരം. ഇന്നലെ രാത്രി 9:30 ഇറങ്ങിയ ആളുകൾ ഇന്നിപ്പോൾ രാത്രി 9:30 കഴിഞ്ഞപ്പോൾ പുറത്തിറങ്ങി. 24 മണിക്കൂർ എയർപോർട്ടിനുള്ളിൽ പുറത്തിറങ്ങാൻ പറ്റുമോ? മാനസിക സമ്മർദ്ദം, വേദന, കാശില്ല, കഴിക്കാനില്ല, വളരെ ബുദ്ധിമുട്ടിൽ കഴിഞ്ഞു പോയി. എന്തൊക്കെയാണ് കോൺസുലേറ്റുമായി സംസാരിച്ചപ്പോഴും കോൺസുലേറ്റിലെ ഉദ്യോഗസ്ഥർ എയർപോർട്ടിൽ ചെന്നപ്പോഴും മനസ്സിലാക്കിയ കാര്യം എന്താണ്? ഇതെങ്ങനെ ഇനി പരിഹരിക്കാൻ പറ്റും? തീർച്ചയായും ഇതിൽ സത്യത്തിൽ നമുക്ക് വല്ലാത്തൊരു വിഷമം തന്നെ ഉണ്ട്. കാരണം ഈ പറഞ്ഞ പോലെ ഇന്നലെ രാത്രി മുതൽ ഈ സമയം വരെ ഇരിക്കുന്ന നമ്മുടെ സഹോദരങ്ങളാണ് അവിടെ ഇരിക്കുന്നത്. അതെ. അപ്പൊ ഇത് ആദ്യം എന്താണെന്നുള്ള ഒരു ഡൗട്ട് ആർക്കും ഉണ്ടായിരുന്നില്ല. പിന്നെ കൗൺസിലേറ്റ് അറിയിച്ചു. കൗൺസിൽ തന്നെ നേരിൽ തന്നെ കൗൺസിലേറ്റിലെ നമ്മുടെ കൗൺസിലർ ഓഫീസർ, പിന്നെ ടെർമിനൽ 3 എമിഗ്രേഷൻ ഓഫീസറുമായി ബന്ധപ്പെട്ട് അവിടെ പോവുകയുണ്ടായിരുന്നു. അപ്പൊ അവിടെ ചെന്നപ്പോഴുള്ള വിഷയം പറയുന്നത് വെച്ച് കഴിഞ്ഞാല് ഇതിപ്പോ ടൂറിസ്റ്റ് വിസക്ക് വന്നവരാണ് എല്ലാവരും ഇപ്പൊ സ്റ്റക്കായിരിക്കുന്നത്. അപ്പൊ ഇവര് ടൂറിസ്റ്റ് അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ 5 വർഷം മുമ്പുള്ള റൂളാണത്. ആരൊക്കെ ഇവിടെ ടൂറിസ്റ്റ് വിസയിൽ പറഞ്ഞാൽ അവരെന്നും ടൂറിസ്റ്റ് ആണ്. അവർ ഈ രാജ്യം കണ്ട് തിരിച്ചു പോകാം എന്നുള്ള വിസയാണ് ടൂറിസ്റ്റ് വിസ. അതാണ് നിയമം.
അതെ. അപ്പൊ അവർക്ക് ഇവിടെ വന്നിട്ട് ഒരു ജോലി എടുക്കാനോ അല്ലെങ്കിൽ ജോലി നോക്കാനോ ഒന്നും നിയമത്തിന്റെ രീതിയിൽ പറ്റൂല. പക്ഷെ എല്ലാവരും നമ്മളിൽ ഒരു 80% ആൾക്കാർ ഇവിടെ ടൂറിസ്റ്റ് വിസയിൽ വന്ന് ജോലി നോക്കുന്നുണ്ട്. അതൊക്കെ എളുപ്പമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ആ ഒരു അവസ്ഥയിലല്ല. അങ്ങനെ ജോലി കൊടുത്താലും ജോലി എടുക്കുന്നവർക്കും കൊടുക്കുന്നവർക്കും ഒക്കെ അതിന്റെ ഒരു രീതിയിൽ ഇവിടുത്തെ ഒരു നിയമത്തിൽ അത് ഫൈനാണ്. പക്ഷെ ഈ ഒരു സന്ദർഭത്തിൽ ഇപ്പൊ അവര് അന്വേഷിച്ചപ്പോൾ എന്താ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വന്നവരിലൊക്കെ ചോദിച്ചപ്പോൾ പലരും ഇപ്പൊ ദുബായ് കാണാൻ വന്നവരുണ്ട്, ജോലിക്ക് വന്നവരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അവരിൽ പൈസ ഒക്കെ ചോദിച്ചപ്പോ ചിലവര് 500 രൂപയുണ്ട്, ചിലവരിൽ 1000 രൂപ ഉണ്ട്, ഇന്ത്യൻ രൂപ എന്നൊക്കെ പറയുന്നത്. ചിലവരിൽ ഹോട്ടൽ ബുക്കിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. ഹോട്ടൽ ബുക്കിംഗ് നോക്കി അവർ ഹോട്ടലിൽ വിളിച്ചു വെച്ചപ്പോൾ അത് അങ്ങനത്തെ ഒരു ഹോട്ടൽ ബുക്കിംഗ് ഇല്ല, അത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. അതേപോലെ തന്നെ റിട്ടേൺ ടിക്കറ്റ്, എല്ലാവരിലും റിട്ടേൺ ടിക്കറ്റ് ഉണ്ട്. നമ്മുടെ നാട്ടിലെ ഒരു ഇതാണ്, റിട്ടേൺ ടിക്കറ്റ് ഉണ്ടെങ്കിലാണ് ഒരു ടൂറിസ്റ്റ് വിസ കൊണ്ട് വരാൻ പറ്റുള്ളൂ. പക്ഷെ ആ റിട്ടേൺ ടിക്കറ്റ് ഒക്കെ ചെക്ക് ചെയ്യുമ്പോഴും റിട്ടേൺ ടിക്കറ്റ് എല്ലാം ഒരു 80% പേര് റിട്ടേൺ ടിക്കറ്റ് ഡ്യൂപ്ലിക്കേറ്റ് ആണ്, ഡമ്മി ടിക്കറ്റ് ആണ്. ഞങ്ങളും ചിലരോട് ചോദിച്ചു പറഞ്ഞ 500 ഇന്ത്യൻ രൂപ കൊടുത്തിട്ട് ഒരു ഡമ്മി ടിക്കറ്റ് തരും എന്നാണ്. ആ ടിക്കറ്റും കൊണ്ടാണ് വരുന്നത്. അതാണ് പിടിക്കപ്പെട്ടത്. അത് ഡമ്മി ടിക്കറ്റ് ആണ്. അതും എയർലൈൻസിലെ എമിഗ്രേഷൻ എയർലൈൻസിൽ വിളിച്ച് അന്വേഷിച്ചപ്പോ അതും ഡമ്മി ടിക്കറ്റ്, അത് മനസ്സിലാക്കി. അപ്പൊ ഇപ്പൊ അവര് പറയുന്നത് എന്താന്ന് വെച്ചാൽ ആർക്ക് ഇവിടെ വരാം. പക്ഷെ ഈ വരുന്നവരുടെ കയ്യിൽ ഒരു 2000 ദിർഹംസ് അതല്ലെങ്കിൽ അതിനോട് യോജ്യമായ ഡോളറോ റുപ്പീസോ കയ്യിലുണ്ടാവണം. ഹോട്ടൽ ബുക്കിങ്ങും റിട്ടേൺ ടിക്കറ്റും 100% കൺഫർമേഷൻ ആയിരിക്കണം. അതും ഈ പറഞ്ഞ പോലെ ഒറിജിനൽ തന്നെ ആയിരിക്കണം. അപ്പൊ ഹോട്ടൽ 1 മാസമോ 3 മാസമോ താമസിക്കാൻ വേണ്ടി ഹോട്ടൽ ബുക്ക് ചെയ്യാനുള്ള പരിസ്ഥിതിയിൽ അല്ലെങ്കിൽ ബന്ധുവിന് അല്ലെങ്കിൽ സുഹൃത്തിന് സപ്പോർട്ട് ചെയ്തൂടെ? ചെയ്യാം. ഇപ്പൊ ഞാനാണ് ഇപ്പൊ അങ്ങനെ കുറച്ച് പേര് ഇപ്പൊ ഇവിടെ വന്നിട്ട് കുറച്ച് ആൾക്കാർ കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷെ അങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഇപ്പൊ ഞാനാണ് പോയിട്ട് ഒരാളെ അല്ലെങ്കിൽ 2 പേരും റിലീസ് ചെയ്യണമെങ്കിൽ തന്നെ എന്റെ ഐഡിയ അവിടെ വാങ്ങിച്ചു, അതിൽ നോട്ട് ചെയ്തു, ഞാനായിരിക്കണം അവരെ ഗ്യാരണ്ടർ, അവരെ ഉത്തരവാദിത്തം. അത് സിഗ്നേച്ചർ ചെയ്ത് ഈ വ്യക്തി ഇവിടെ നിന്ന് താമസിച്ച് തിരിച്ചു പോകുന്നത് വരെ, ഈ UAE നിന്നും ഔട്ട് ആവുന്നത് വരെ ഞാനാണ് അയാളുടെ ഉത്തരവാദിത്തം. ആഹാരം കിട്ടിയില്ല എന്ന് പരാതി പറഞ്ഞാൽ പോലും ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ആൾക്കാർക്ക്. അതെ. അപ്പൊ ആ ഒരു ലെവലിലാണ് നിൽക്കുന്നത്. അപ്പൊ അവര് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഇതിപ്പോ പുതിയ റൂളല്ല, 5 വർഷം മുമ്പുള്ള റൂളാണ്. പക്ഷെ അതത്ര കാര്യമാക്കിയില്ല, അതത്ര ആ രീതിയിൽ അങ്ങോട്ട് നോക്കിയിരുന്നില്ല. പക്ഷെ ഇപ്പോഴത്തെ നമുക്കറിയാം, കുറച്ച് നാളുകളൊക്കെ ആയിട്ട് ഇവിടുത്തെ കഴിഞ്ഞു പോകുമ്പോ ആളുകളുടെ വിഷമങ്ങളും പ്രശ്നങ്ങളൊക്കെ നോക്കുമ്പോൾ അന്വേഷണ രീതിയിലും ഇപ്പൊ എമിഗ്രേഷനിൽ വന്ന് കംപ്ലൈന്റ് ഒക്കെ നോക്കുമ്പോൾ അധികം ടൂറിസ്റ്റ് വിസയിൽ വന്നവരാണ്. അവർക്ക് ജോലി ഉണ്ട്, വിസ ആയിട്ടില്ല, സാലറി കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അന്വേഷിക്കുമ്പോഴാണ് ടൂറിസ്റ്റ് വിസക്കാരായവര് മനസ്സിലാക്കുന്നത്. അപ്പൊ അതൊക്കെ ഒന്നും ഇല്ലാതിരിക്കാനാണ് ഇപ്പൊ എല്ലാ കൗൺസിലേറ്റുകൾ, അതായത് 5 രാജ്യങ്ങളാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ ഇന്ത്യ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, നേപ്പാൾ, ബംഗ്ലാദേശ്, ഇങ്ങനെ 5 രാജ്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ 5 രാജ്യത്തെ കൗൺസിലേക്കും ഇവര് ഒഫീഷ്യലായിട്ട് ലെറ്റർ അയച്ചിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ താമസിയാതെ തന്നെ ഇതൊക്കെ നമ്മൾ ഇന്ത്യയിലേക്കും അറിയിച്ചു. ഇനിയിപ്പോ നമ്മൾ ബോർഡിംഗ് പാസ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നമ്മളെ എയർപോർട്ടിൽ നിന്ന് 100% റിട്ടേൺ ടിക്കറ്റും ഹോട്ടൽ ബുക്കിങ്ങും 2000 ദിർഹംസ് അതല്ലെങ്കിൽ അതിന്റെ തുല്യമായ പൈസ ഉണ്ടെങ്കിൽ മാത്രമേ വരും ദിവസങ്ങളിൽ ഇനി ബോർഡിംഗ് പാസ് പോലും ഇഷ്യൂ ചെയ്യുള്ളൂ. മനസ്സിലായി. അപ്പോ ഇത് എല്ലാവരും ഇനി വരുന്ന ആളുകൾ ശ്രദ്ധിച്ചു വേണം നിർബന്ധമായിട്ടും വരാനെന്നുള്ളൊരു സന്ദേശം ഇതിനകത്തുണ്ട്. തീർച്ചയായും അതൊക്കെ കറക്റ്റ് ആയിരിക്കണം. പിന്നെ ഇതിൽ തന്നെ ഫാമിലി ആണെങ്കിൽ, ഇപ്പൊ ഞാൻ എന്റെ ഫാമിലിനെ കൊണ്ടുവരണയാണെങ്കിൽ, ഇപ്പൊ ചിലർക്ക് ഫാമിലിനെ സ്പോൺസർ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ പോലും ഉണ്ടായിട്ടുണ്ടാവാം. അപ്പൊ ഫാമിലിനാണ് കൊണ്ടുവരണമെങ്കിൽ അതിന്റേതായ ഒരു രേഖ കാണിച്ചാൽ മതി. ഒന്നില്ലെങ്കിൽ ഇപ്പൊ എന്റെ വരുന്ന ഫാമിലിയോട് എന്റെ പാസ്പോർട്ട് കോപ്പി, വിസ പേജും ലാസ്റ്റ് പേജും കയ്യിൽ കരുതണം. അതേപോലെ തന്നെ ഇപ്പൊ ഇജാരി കോപ്പിയോ ടെനാൻസി കോപ്പിയോ ഉണ്ടെങ്കിൽ അത് കൊടുക്കണം. ഇനി അങ്ങനെയുള്ള ഇതാണെങ്കിൽ ഫാമിലിക്കൊക്കെ കുറച്ച് അനുകൂല്യങ്ങളുണ്ട്. പക്ഷെ മറ്റുള്ള ലെവലിലൊക്കെ നോക്കുമ്പോൾ എന്തെന്നാലും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ അവിടുന്ന് കയറാനായാലും, അതല്ലെങ്കിൽ തന്നെ ഇനി അവിടുന്ന് എങ്ങനെയും കയറിയാൽ തന്നെ ഇവിടുന്ന് ഇറങ്ങണ കാര്യങ്ങൾ ഇതുപോലെ ബുദ്ധിമുട്ടാവും. ഈ അഡ്ജസ്റ്റ്മെന്റുകൾക്ക് പലപ്പോഴും അഡ്ജസ്റ്റ്മെന്റുകൾ എല്ലാവരും ചെയ്യാൻ ശ്രമിക്കുകയും അവസാനം അത് പിടിക്കപ്പെടുകയും ചെയ്യുമ്പോൾ പെട്ടെന്ന് വരുന്ന സർപ്രൈസ് ബുദ്ധിമുട്ടുകളാണ് ഇതെല്ലാം. അപ്പോൾ അഡ്ജസ്റ്റ്മെന്റിന് പോകാതെ ലീഗലായിട്ട് വരാനും പോകാനും നമ്മൾ ഒന്ന് തയ്യാറെടുക്കാൻ പറ്റിയാൽ നല്ലതായിരിക്കും. കൂട്ടത്തിലൊരു അഭിനന്ദനങ്ങൾ കൂടി പറയട്ടെ. ഇന്നലെ മീഡിയ വണ്ണിന്റെ ബ്രേവ് ഹാർട്ട് എന്ന് പറയുന്ന ഫ്രണ്ട് ലൈൻ പോരാളികൾക്ക് നൽകിയ പുരസ്കാരത്തിൽ, കോവിഡുമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തിൽ താങ്കൾക്ക് പുരസ്കാരം കിട്ടിയ വാർത്ത അറിഞ്ഞു. അഭിനന്ദനങ്ങൾ. താങ്കൾ വളരെയധികം കോവിഡിന്റെ കാലഘട്ടത്തിൽ അത്രയും പ്രവർത്തനം കാഴ്ചവെച്ച അവസാനം ഈ രോഗത്തിൽ തന്നെയായി കുറച്ചു ദിവസം വിശ്രമിക്കേണ്ടി വന്ന സാഹചര്യം, എന്നിട്ട് അതിനേക്കാൾ കരുത്തോടുകൂടി തിരിച്ചു വന്നത് ഒരുപാട് എക്സ്പീരിയൻസ് ആയല്ലോ. അതെ, തീർച്ചയായും 2 വാക്ക്. അതായത് ഈ അവാർഡ് കിട്ടിയ
കിട്ടിയത് എനിക്ക് എന്നല്ല, നമ്മുടെ എല്ലാ പ്രവാസികളും എല്ലാവരും കൂടി ഒരു നേരത്തെ പറഞ്ഞ പോലെ അവരുടെ എല്ലാവരെയും ഒത്തൊരുമയും നമ്മുടെ എല്ലാവരും ഒത്തൊരുമയും ഒരൊറ്റ മനസ്സും കൊണ്ട് മാത്രമാണ് ഒരുപാട് എല്ലാവിധ അസോസിയേഷനിലും ഒരുപാട് വ്യക്തികൾക്ക് കിട്ടിയിട്ടുണ്ട്, ഒരുപാട് പേർക്ക് കിട്ടാനുമുണ്ട്. പക്ഷെ അവർക്കൊക്കെ കൂടിയിട്ടുള്ള ഒരു അവാർഡാണ് ഈ അവാർഡ്. ഈ അവാർഡ് ഞാനത് എല്ലാവർക്കുമായിട്ട് പങ്കുവെച്ച് കൊടുത്ത ഒരു അവാർഡ് കൂടിയിട്ടാണ്. അതുപോലെ തന്നെ ഒരു കോവിഡ് ആയിട്ട് ഒരുപാട് പേര് മരണപ്പെട്ടിട്ടുണ്ട്, രോഗികൾ ഹോസ്പിറ്റലിൽ ഇപ്പോഴും ഉണ്ട്, അതിലൊരുപാട് ബുദ്ധിമുട്ട് വിഷമങ്ങൾ അനുഭവിച്ചവരുണ്ട്. അവർക്കും എല്ലാവർക്കും കൂടിയിട്ടാണ് ഞാൻ എന്റെ ഈ ഒരു അവാർഡ് സമർപ്പിക്കുന്നത്. എല്ലാവരുടെയും പ്രാർത്ഥന ഇതൊക്കെ ഉണ്ടാവാം. ഇതുപോലെ തന്നെ ഗ്ലൗസും മാസ്കും ഒക്കെ ഇട്ടിട്ട് ഇനിയും നടക്കാം. കോവിഡ് എന്നുള്ളത് ഇപ്പോഴും പോയിട്ടില്ല. അപ്പൊ ഗവൺമെന്റ് എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് ഉണ്ട്. നമ്മളാണ് സഹകരിക്കേണ്ടത്, നമ്മളാണ് സൂക്ഷിക്കേണ്ടത്. തീർച്ചയായും. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ. നസീർ വാടാനപ്പള്ളിയാണ് സംസാരിച്ചത്. ഈ പുരസ്കാരത്തിന്റെ പട്ടിക പറയുമ്പോൾ ഷംസുദ്ദീൻ ബിൻ മുഹീദ്ദീൻ, അതുപോലെ അഷ്റഫ് താമരശ്ശേരി, അങ്ങനെ 16 പ്രസ്ഥാനങ്ങളും 10 വ്യക്തിത്വങ്ങളും മീഡിയ വണ്ണിൻ്റെ പുരസ്കാര പട്ടികയിൽ ഉണ്ടായിരുന്നു. എല്ലാവരുടെയും പേര് പരാമർശിക്കാനുള്ള സമയം അനുവദിക്കാത്തതുകൊണ്ട് മറ്റു വാർത്തകളിലേക്ക് പോകുന്നു. ഈ വിഷയത്തിൽ ഇപ്പോൾ പൊടുന്നനെ ഇന്നലെയും മെനഞ്ഞാന്നുമായിട്ട് സംഭവിച്ചതിന് ഒരു കാരണം കൂടി നമ്മളൊന്ന് എടുക്കണം. ഒരു വലിയ സംഘം ഒരു രാജ്യത്തിൽ നിന്ന് 100-300 ആളുകൾ നിങ്ങളെ കുവൈറ്റിലാക്കി തരാം, ദുബായിൽ വരൂ എന്ന് പറഞ്ഞിട്ട് അവർ ദുബായിൽ കൊണ്ടുവന്ന് ഹോട്ടൽ എടുത്തു കൊടുത്തു. ആദ്യത്തെ 3-4 ദിവസം ഹോട്ടലിൻ്റെ പേയ്മെൻ്റ് അടച്ചിട്ട് ഈ കൊണ്ടുവന്ന ഏജന്റുമാർ മുങ്ങി. ഈ 300-ലധികം ആളുകൾ ആഹാരം കഴിക്കാനില്ല, താമസിക്കാനിടമില്ല. അവർക്ക് കുവൈറ്റിലേക്ക് പോകാമെന്ന് പറഞ്ഞിരുന്ന ടിക്കറ്റ് വർക്കൗട്ടാവുന്ന ടിക്കറ്റല്ല, ഡമ്മി ടിക്കറ്റാണ്. അങ്ങനെ പെട്ടുപോയ ആളുകൾ വലിയൊരു സാമൂഹിക പ്രശ്നമുണ്ടാക്കി. ഇതൊക്കെ മനുഷ്യക്കടത്തിൻ്റെ ഭാഗം പോലെയാണ്. അങ്ങനെ ദുബായിൽ കുടുങ്ങിപ്പോയ ആളുകൾ പട്ടിണിയായി കിടക്കുമ്പോൾ ഇങ്ങനെ വിസിറ്റ് വിസയിൽ വന്നിട്ട് വൺ വേ ടിക്കറ്റുമായി വന്ന് തിരിച്ച് അവനവൻ്റെ നാട്ടിൽ പോകാനുള്ള ടിക്കറ്റ് പോലും ഇല്ലാതെ ബുദ്ധിമുട്ടുമ്പോൾ സാധാരണ ഭരണകൂടം എന്താലോചിക്കും? പെട്ടെന്ന് തന്നെ ഇക്കാര്യത്തിൽ കാശുള്ളവരോ ടിക്കറ്റ് ഉള്ളവരോ വന്നാൽ മതി എന്നാലോചിക്കും. ഇന്നിപ്പോൾ എയർ ഇന്ത്യ എക്സ്പ്രസും എയർ ഇന്ത്യയും പുറത്തിറക്കിയിരിക്കുന്ന സർക്കുലറിൽ ഈ 2000 ദിർഹത്തിന്റെ കാര്യം പറഞ്ഞിട്ടില്ല. നിങ്ങൾ നിർബന്ധമായും റിട്ടേൺ ടിക്കറ്റ് കൈവശം വെക്കണം, താമസിക്കുന്ന വിലാസത്തെക്കുറിച്ച് ബോധം ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഹോട്ടൽ ബുക്കിംഗ് ഉണ്ടായിരിക്കണം. ഈ വിഷയങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഈ 2000 ദിർഹം പൊന്തി വന്നത് ഉണ്ടെങ്കിൽ പുറത്തിറങ്ങിയാൽ അദ്ദേഹത്തിന് ജീവിക്കാൻ, ആഹാരം കഴിക്കാൻ, താമസിക്കാൻ, ഒരുപക്ഷെ തിരിച്ചു പോകാൻ ഒക്കെയുള്ള കാശുണ്ടെന്ന് ഉറപ്പുവരുത്തുകയാണ് എമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. അത് ലോകത്ത് എല്ലായിടത്തെയും നിയമമാണ്. നമ്മൾ മലയാളികൾ, അതുപോലെ ചില രാജ്യക്കാർ, സംസ്ഥാനക്കാർ ഒക്കെ കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു വിദ്യയാണ് ഡമ്മി ടിക്കറ്റും കൊണ്ട് വരാം, നാട്ടിൽ നിന്ന് കയറ്റിവിടുമല്ലോ. നാട്ടിൽ ഇത് പരിശോധിക്കാനുള്ള 1000 സാങ്കേതിക വിദ്യ ഉണ്ടായിട്ടും കണ്ണടച്ച് കയറ്റിവിടുമ്പോൾ ഇരകളാക്കപ്പെടുന്ന കുറേ പാവങ്ങൾ കൂടി ഇതിനകത്ത് വന്നു ചേരുകയാണ്. ഇതൊരു വലിയ തുടക്കമാകണം, സംസാരമാകണം, ചർച്ചയാകണം. ഒരു നാട്ടിലേക്ക് പോകുന്ന ഒരാൾ എന്ന് തിരിച്ചു പോകുമെന്നുള്ളൊരു കരുതൽ വേണം, ടിക്കറ്റ് വേണം, അതുമായി ബന്ധപ്പെട്ട രേഖകൾ വേണം. യാത്രാരേഖകളൊന്നുമില്ലാതെ ഇനിയുള്ള കാലഘട്ടത്തിൽ യാത്ര ചെയ്യാൻ പറ്റില്ല എന്നറിഞ്ഞിരിക്കുക. പഴയതുപോലെ അല്ല സാഹചര്യങ്ങൾ എന്ന് തിരിച്ചറിയുക. ഇപ്പോൾ കുവൈറ്റ് മാത്രമല്ല, സൗദി അറേബ്യയിലേക്ക് പോകാൻ, ബഹ്റിനിലേക്ക് പോകാൻ ഒക്കെ ഇങ്ങനെ ഇടത്താവളമായി UAE കണ്ടുകൊണ്ട് ചെറിയ കാശിന് പിന്നീട് അങ്ങോട്ട് പോകാമല്ലോ എന്ന് കരുതി വന്ന് കുവൈറ്റിലേക്ക് പോകാമെന്ന മലയാളികൾ 30 ദിവസം കഴിഞ്ഞിട്ട് അവസാനം തിരിച്ച് നാട്ടിലേക്ക് പോയി. നോക്കുമ്പോൾ 7000-8000 ദിർഹം വൺ വേ ടിക്കറ്റ് ദുബായ് ടു കുവൈറ്റ് കൊടുക്കേണ്ടി വരുന്നു. അത് ടിക്കറ്റും കിട്ടാനില്ല. ആകെ 1500 സീറ്റുകളാണ് ഒരു ദിവസമുള്ളത്. പല രാജ്യങ്ങളിൽ നിന്ന് വന്നു കിടക്കുന്ന ആളുകൾക്ക് പോകാൻ പറ്റുന്നില്ല. ഇങ്ങനെയൊക്കെയാണ് ഓരോ ദുരന്തങ്ങൾ സംഭവിക്കുന്നത്. അതുകൊണ്ട് ഈ മേഖലയിലെ ചൂഷണം അവസാനിപ്പിക്കാൻ കണ്ണു തുറക്കാനുള്ള ഒരു കാര്യമായി മാറണം. പക്ഷേ ഇന്നലെ ഞങ്ങളിപ്പോൾ സംസാരിച്ച ഒരുപാട് യാത്രക്കാരുണ്ട്. എയർപോർട്ടിനകത്തുനിന്ന് ഞങ്ങൾ രാവിലെ മുതൽ ഈ വിവരം അറിഞ്ഞതു മുതൽ ഞങ്ങൾക്ക് മുട്ടാവുന്ന വാതിലുകളിലൊക്കെ മുട്ടി എന്ത് ചെയ്യാൻ പറ്റും, പരിഹരിക്കാൻ പറ്റും എന്ന കാര്യത്തെക്കുറിച്ച് അന്വേഷിച്ചു. അവരൊക്കെ പറയുന്നത് കോൺസുലേറ്റിൽ നിന്ന് ആൾ വന്നു, ഒരു ബർഗറും ഒരു ജ്യൂസും കിട്ടി, ഒരു എനർജി ഡ്രിങ്ക് പോലെ ഒന്ന് കിട്ടി, അതിനപ്പുറം ഒന്നും കിട്ടിയിട്ടില്ല. വിശപ്പല്ല എന്നിട്ടും അവരുടെ വിഷയം എങ്ങനെയെങ്കിലും ഈ മണ്ണിലൊന്ന് ഇറങ്ങിയാൽ മതി എന്ന് കരുതിയാണ് വരുന്നത്. ഒരാൾ പറയുന്നത് തൻ്റെ പിതാവ് ഇവിടെ ജോലി ചെയ്തിട്ട് മരിച്ചുപോയി, അദ്ദേഹത്തിൻ്റെ ആ കമ്പനിയിലൊന്ന് പോകണം, ഒരുപക്ഷെ ഒരു ജോലി തന്നേക്കും, അല്ലെങ്കിൽ ജീവിക്കാൻ നിവൃത്തിയില്ല. ഇതൊക്കെ ഒരു പ്രവാസിയുടെ യഥാർത്ഥ അവസ്ഥയാണ്. അടുത്ത തലമുറ കൂടി വന്നാലേ മുൻ തലമുറ ഉണ്ടാക്കിയ കടം തീർക്കാൻ പറ്റൂ. ഇതാണ് യാഥാർത്ഥ്യം. ഈ യാഥാർത്ഥ്യം നിറവേറ്റാൻ വേണ്ടിയാണ് ഓരോ സഹോദരിയുടെയും മാതാവിൻ്റെയും കണ്ണീര് കണ്ടിട്ട് ആ ഒരു വേദനയോട് കൂടി പുറപ്പെടുന്നത്. അല്ലാതെ വീട്ടിലുള്ളൊരു ആണായി പിറന്നവൻ അന്യരാജ്യത്ത് പോയി ജോലി ചെയ്യണമെന്ന് മഹതിമാരാരും ആഗ്രഹിക്കുന്ന കാര്യവുമല്ലല്ലോ. അവസരങ്ങൾ, സാഹചര്യങ്ങളാണ്
സമ്മർദ്ദങ്ങളാണ് ഇങ്ങനെയൊക്കെ കൊണ്ടുവരുന്നത്. അപ്പോൾ ചിലപ്പോൾ ഡമ്മി ടിക്കറ്റ് ആരെങ്കിലും ഓഫർ ചെയ്താൽ സ്വീകരിച്ചു പോകും. 25,000 ടിക്കറ്റിന് പകരം തൽക്കാലം 500 കൊടുത്താൽ മതി എന്ന് പറയുമ്പോൾ അതിൽ വീണു പോകും, സ്വാഭാവികമാണ്. പക്ഷേ ഇനി അങ്ങനെ ആകരുത് എന്ന കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. ഏതായാലും ഇനി വരുന്നവർ 2,000 തൽക്കാലം കരുതിക്കേണ്ടി വരും എന്ന് മനസ്സിൽ വയ്ക്കുക. അല്ലെങ്കിൽ റിട്ടേൺ ടിക്കറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഡമ്മി അല്ലാത്ത ഒറിജിനലാണെന്ന് ഉറപ്പുവരുത്തുക. താമസ സ്ഥലത്തെക്കുറിച്ച് ആരെങ്കിലും ഏറ്റെടുക്കാനുണ്ടോ എന്ന് നോക്കുക. അല്ലെങ്കിൽ ഒരു ഹോട്ടൽ ബുക്കിംഗ് ചെയ്തിരിക്കുക. ഹോട്ടൽ ബുക്കിംഗ് കുറച്ച് ദിവസത്തേക്ക് ചെയ്താലും മതിയാകുമല്ലോ. എന്നിട്ട് മാറാൻ താല്പര്യമുണ്ടെങ്കിൽ അറിയിക്കാമല്ലോ. എല്ലാം ഡമ്മി ഡ്യൂപ്ലിക്കേറ്റ് ആയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. 1398 കേസുകൾ ഇന്നും UAE-യിൽ. 1,11,437 ആയിരിക്കുന്നു മൊത്തം കേസുകൾ. 1,666 പേർ രോഗമോചനം പ്രാപിച്ചു. 2 പേർ മരിച്ചുപോയി. മൊത്തം മരണസംഖ്യ 452 ആയി. 7,660 പേർ ഇപ്പോൾ ആക്റ്റീവാണ്. 11.33 മില്യൺ ടെസ്റ്റുകൾ നടത്തിക്കഴിഞ്ഞു. ഇന്നലെയായിരുന്നു ഏറ്റവും കൂടിയ രോഗബാധ 1,431. ആഗോളാടിസ്ഥാനത്തിലും ഇന്നലെയായിരുന്നു ഇതുവരെയുള്ള ഏറ്റവും വലിയ രോഗബാധ 3,86,000-ൽ പരം. ഇങ്ങനെയൊന്നും വരുമെന്ന് ആരും വിചാരിച്ചതല്ല. ഇന്നലെ ഒക്ടോബർ 14 ആഗോളാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടിയ രോഗബാധ വന്നിരിക്കുന്നത്. ചില ഉന്നത ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്ന വളരെ സുപ്രധാനമായ ഒരു കാര്യമെന്നറിയണം. റെസ്റ്റോറൻറ്റുകളിൽ കഴിക്കാൻ വരുന്ന നമ്മൾ മലയാളികളടക്കമുള്ളവർ വന്നിരുന്ന് ഓർഡർ ചെയ്തിട്ട് മാസ്ക് അങ്ങ് മാറ്റും. 3-4 പേർ ചുറ്റുവട്ടത്തുണ്ടാകും. എന്നിട്ട് വർത്തമാനം പറയും. ഒരു അടച്ചിരിക്കുന്നൊരു സ്ഥലമാണല്ലോ റെസ്റ്റോറൻ്റ് റൂമെന്ന് പറയുന്നത്. വളരെ വിശാലമായ മൈതാനമല്ലല്ലോ. അവിടെ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ തുപ്പൽ തെറിക്കാനുള്ള സാഹചര്യമുണ്ട്. ആഹാരവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ മേശയ്ക്ക് മുന്നിലിരുന്ന് സംസാരിക്കുമ്പോൾ തമാശകൾ പലതും പറയും, പൊട്ടിച്ചിരിക്കും, ഉച്ചത്തിൽ സംസാരിക്കും, വളരെ സ്വാതന്ത്ര്യത്തിലൂടെ സംസാരിക്കും. ഒരാളുടെ പ്ലേറ്റിൽ നിന്ന് പോലും മറ്റൊരാൾ എടുക്കും, കഴിക്കും. ഇതൊക്കെ പങ്കുവെക്കലിൻ്റെ ധർമ്മമാണ്. പക്ഷേ അവിടെ നമ്മൾ അറിയാതെ കൈമാറ്റം ചെയ്യപ്പെടുന്ന ഈ തുപ്പലും മൂക്ക് ചീറ്റലും നമ്മുടെ ഡ്രോപ്ലെറ്റ്സ് രോഗമുണ്ടെങ്കിൽ മറ്റൊരാൾക്ക് കൈമാറും, അതല്ലെങ്കിൽ ഏറ്റുവാങ്ങും. ഇങ്ങനെയുള്ള സാഹചര്യമുണ്ട് എന്ന് എടുത്തു പറഞ്ഞിരിക്കുകയാണ് ഡോക്ടർമാർ. അതുകൊണ്ട് റെസ്റ്റോറൻറ്റ് നടത്തുന്നവർ, ഇപ്പോൾ നാളെ വെള്ളിയാഴ്ചയാണ്, ഒരുപാട് ആളുകൾ റെസ്റ്റോറൻറ്റിൽ പോകും. ശ്രദ്ധിക്കേണ്ട കാര്യം, ആഹാരം മുന്നിൽ വരുമ്പോൾ മാത്രം ഈ മാസ്ക് ഒന്ന് മാറ്റുക. അതുവരെ സംസാരിക്കുന്നെങ്കിൽ മാസ്ക് ഇട്ടുകൊണ്ട് സംസാരിക്കുക. കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാർ കാണിക്കുന്നത് പോലെ ക്യാമറ കാണുമ്പോൾ മാസ്ക് വലിച്ച് താഴേക്ക് വെച്ച് സംസാരിക്കുന്ന രീതി, കൂടുതൽ മുഖത്തിൻ്റെ വെട്ടം ലോകം മുഴുവൻ അറിയട്ടെ, കാണട്ടെ എന്നുള്ള രൂപത്തിൽ ചെയ്യുന്ന ആ ശീലമൊന്ന് മാറ്റിവെക്കുക. ഈ മീഡിയക്കാരെല്ലാം ആ മൈക്രോഫോണിൽ അവരുടെ ഈ ഒരു വടി പോലെ കുത്തിയിരിക്കുന്ന ഇതിൽ വൈറസിനെയും കൊണ്ടാണ് പോകുന്നതെന്ന് തിരിച്ചറിയുക. അതുകൊണ്ട് ആഹാരം മുന്നിൽ വരുമ്പോൾ മാത്രം മാസ്ക് മാറ്റുക എന്ന് വിദഗ്ധരായ ഡോക്ടർമാർ മറ്റും ഉപദേശം നൽകിയിരിക്കുകയാണ്. നിശബ്ദത പാലിക്കുക. മാസ്ക് ആഹാരം വരുന്നതുവരെ മുഖത്ത് ഉണ്ടാവുന്നു എന്ന് ഉറപ്പുവരുത്തുക. കഴിക്കുന്ന നേരം മാത്രം മാറ്റുക. ഈ ക്ലോസ്ഡായ സ്ഥലത്ത് സാധ്യത കൂടുതലാണ് പകരാൻ. ഇതിനിടയിൽ ലോകാരോഗ്യ സംഘടന പറയുന്നു, നിങ്ങൾ ചെറുപ്പക്കാരാണോ, നല്ല ആരോഗ്യമുള്ളവരാണ്, നിങ്ങളുടെ വാക്സിൻ 2022 വരെ കിട്ടാൻ സാധ്യതയില്ല, 2022 അവസാനം നോക്കിയാൽ മതി എന്ന് ചീഫ് ശാസ്ത്രജ്ഞയായിട്ടുള്ള ചെന്നൈക്കാരി ലോകാരോഗ്യ സംഘടനയുടെ മുഖ്യ സയൻറ്റിസ്റ്റാണ് സൗമ്യ സ്വാമിനാഥൻ പറയുന്നു. ആരോഗ്യമുള്ളവർക്കും ചെറുപ്പക്കാർക്കും വാക്സിൻ കിട്ടാൻ വൈകും. മാത്രമല്ല, ഇങ്ങനെ പോവുകയാണെങ്കിൽ മരണനിരക്കും കൂടും, കുറയുമെന്ന് വിചാരിക്കരുത്. ദുബായിൽ 2 ലോണ്ടറികൾ അടപ്പിച്ചു. 9 നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു. 49 കടകൾക്ക് മുന്നറിയിപ്പ് നൽകി. 2359 കടകൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നും ഇന്നലത്തെ റെയ്ഡിൽ മനസ്സിലായി. അല്പം മുമ്പ് സമാപിച്ച IPL മത്സരത്തിൽ ബാംഗ്ലൂർ പരാജയപ്പെട്ടു. പഞ്ചാബ് 8 വിക്കറ്റിനാണ് ബാംഗ്ലൂരിനെ തോൽപ്പിച്ചത്. ആദ്യം ബാറ്റ് ചെയ്ത ബാംഗ്ലൂർ 20 ഓവറിൽ 6 വിക്കറ്റിന് 171 റൺസ് എടുത്തു. തുടർന്ന് പഞ്ചാബ് 20 ഓവറിൽ 2 വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ 177 റൺസ് എടുക്കുകയായിരുന്നു. റാസൽ ഖൈമയിൽ അസാൻ എന്ന് പറയുന്ന സ്ഥലത്ത് 20 വയസ്സുള്ള ഒരു സ്വദേശി ഒരു വാട്ടർ ടാങ്കറിൽ തൻ്റെ വാഹനം ഇടിച്ചു കയറ്റി തത്സമയം മരണമടഞ്ഞു. 2 വർഷം മുമ്പ് വിവാഹിതരായ ദമ്പതികൾ
ഭാര്യ അബുദാബി കോടതിയിൽ വിവാഹമോചനത്തിന് കേസ് കൊടുത്തു. കേസ് ഇന്ന് വിധിയായി. പറഞ്ഞിരിക്കുന്ന കാര്യം, കല്യാണം കഴിക്കാൻ നേരത്ത് ഭർത്താവ് പറഞ്ഞിരുന്നു ഒരു വലിയ പാർട്ടി, കല്യാണ പാർട്ടി നടത്തും. 2 വർഷമായിട്ടും പാർട്ടി നടത്തിയിട്ടില്ല. അതിനുവേണ്ടി 2 ലക്ഷം ദിർഹം ചെലവഴിച്ചുകൊണ്ട് ഗൗണടക്കമുള്ള ആഭരണങ്ങളടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ താൻ കരുതി വച്ചിരിക്കുകയായിരുന്നു. തൻ്റെ ഒരാഗ്രഹവും നടന്നിട്ടില്ല, പാർട്ടി നടന്നിട്ടില്ല. അതുകൊണ്ട് ഇദ്ദേഹവുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല, ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ കാശില്ല. ഇങ്ങനെയൊരു പരാതിയുമായി ചെന്നു, വിവാഹമോചനം കൊടുത്തു. അദ്ദേഹം സ്ത്രീധനമായിട്ട് കൊടുത്തിരുന്ന 1 ലക്ഷം ദിർഹമുണ്ട്. അതിൽ 20,000 കിഴിച്ചിട്ട് ബാക്കി 80,000 തിരിച്ചു കൊടുക്കണമെന്ന് ഈ വനിതയോട് കോടതി പറയുകയും ചെയ്തു. ഗൗണിന് വേണ്ടി ചിലവാക്കിയ കാശൊന്നും കണക്ക് പറയാൻ പറ്റില്ല എന്നും കോടതി വിധിച്ച കൗതുകകരമായ ഒരു കാര്യം കൂടി ഇന്ന് വന്നിരിക്കുകയാണ്. ഷാർജ പോലീസ് മേധാവി മേജർ ജനറൽ സൈഫൽ സാരി അൽ ഷംസി ഇന്ന് വാക്സിൻ സ്വീകരിച്ചു. വാക്സിൻ കുത്തിവെച്ചു. ഫസ്റ്റ് ഡോസാണ് സ്വീകരിച്ചത്. ഈ റിമോട്ട് വർക്കിംഗ് എവിടെ ചെയ്യുന്ന ആളുകൾക്കും ദുബായ് വിസ കൊടുത്ത് കൊണ്ടുവരാൻ പോകുന്നു ഇന്നലെ പറഞ്ഞല്ലോ. 1000 ദിർഹം മാത്രമേ ഉള്ളൂ 1 വർഷത്തെ വിസയ്ക്ക്. അങ്ങനെ ദുബായിൽ താമസിച്ചുകൊണ്ട് ലോകത്തുള്ള ഏത് കമ്പനിക്ക് വേണ്ടിയും എവിടെയാണ് ശമ്പളം കിട്ടുന്നതെങ്കിലും കുഴപ്പമില്ല, അങ്ങനെ റിമോട്ട് വർക്കിംഗ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ താമസിക്കാൻ പറ്റിയ സ്ഥലമായിട്ട് ദുബായ് മാറുമ്പോൾ ഈ വാർത്ത കാട്ടുതീ പോലെ ലോകം മുഴുവൻ വ്യാപിക്കുകയും ഒരുപാട് ആളുകൾ താല്പര്യപ്പെട്ട് മുന്നോട്ട് വരാൻ ഇരിക്കുകയാണെന്ന റിപ്പോർട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സുരക്ഷിതമായ സ്ഥലം, ഏറ്റവും ചെലവ് കുറഞ്ഞ് ജീവിക്കാൻ പറ്റിയ സ്ഥലം എന്ന അർത്ഥത്തിൽ, ഒരു ക്വാളിറ്റി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന സ്ഥലം എന്ന അർത്ഥത്തിലാണ് ദുബായിയെ എല്ലാവരും സ്വീകരിക്കുന്നത്. യൂറോപ്പ് കർശനമായ നിയന്ത്രണം പാലിച്ചേ പറ്റൂ എന്ന് ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകുന്നു. ഒരു രസകരമായൊരു കാര്യം, പാരീസിൽ 12,000 പോലീസുകാർ രാത്രി 9 മണിക്ക് ഓരോരോ വീടുകളിൽ മുട്ടും. എന്നിട്ട് ആ വീട്ടിലെ മന്ത്രിയാണോ, ഉന്നത ഉദ്യോഗസ്ഥനാണോ, ചീഫ് സെക്രട്ടറിയാണോ, ഏത് സെക്രട്ടറിയാണോ ആ വീട്ടിലില്ലെങ്കിൽ എന്തടിസ്ഥാനത്തിൽ വീട്ടിലില്ല എന്ന കാര്യം വീട്ടുകാർ ബോധ്യപ്പെടുത്തണം. അല്ലെങ്കിൽ പിഴയാണ്, ശിക്ഷയാണ്. ഈ ഒരു രീതി ലോകത്തൊരിടത്തുമില്ല. രാത്രികാല കർഫ്യൂ വളരെ കർശനമായി പാരീസിൽ, കാരണം അനുഭവിച്ച് ചീട്ടുവാങ്ങി, ഈ രോഗം കൊണ്ട് പൊറുതിമുട്ടി. ഇപ്പോൾ ലണ്ടനും പാരീസും ഒക്കെ വളരെ ബുദ്ധിമുട്ടിലാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കർശന നിയമം ഗവൺമെൻറ് കൊണ്ടുവന്നിരിക്കുന്നത്. മന്ത്രിമാരടക്കം രാത്രി 9 മണിക്ക് അവരവരുടെ വീട്ടിലില്ലെങ്കിൽ ശിക്ഷ കിട്ടും. അല്ലെങ്കിൽ കൃത്യമായി ബോധ്യപ്പെടുത്തണം. ആശുപത്രി കിടക്കുകയാണ്, എമർജൻസിയാണ്, ഒരു വർക്കും ചെയ്യേണ്ടതില്ല അനവസരത്തിൽ എന്നാണ്. അല്ലെങ്കിൽ അതിന് തക്ക ജീവനക്കാരായിട്ടുള്ള നഴ്സുമാരും ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരും അത്യാവശ്യ മേഖലയിൽ ജോലി ചെയ്യുന്നവരും ഒക്കെ ജോലിക്ക് പൊയ്ക്കോട്ടെ, ബാക്കിയുള്ളവർ പോകേണ്ടതില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ 12,000 പോലീസുകാർക്ക് ഇപ്പോൾ ഇരട്ടിപ്പണിയായി. ഒമാനിൽ നിന്ന് വന്നിരിക്കുന്ന വാർത്ത അറിഞ്ഞു കാണും എന്ന് കരുതുന്നു. നാട്ടിൽ ആയിട്ട് വിസ കാലാവധി കഴിഞ്ഞുപോയ ആളുകൾ ഇനി പുതുക്കാൻ പറ്റില്ല. ഇത്രയും നാൾ പുതുക്കാനുള്ള അവസരം കൊടുത്തിരുന്നു നാട്ടിൽ നിന്ന് തന്നെ. ഇനി പുതുക്കാൻ പറ്റില്ല. അങ്ങനെയുള്ളവർ ഇങ്ങോട്ട് വരികയും വേണ്ട എന്ന് ഒമാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം 6 മാസം കഴിഞ്ഞു പോയെങ്കിൽ അത് വിഷയമല്ല. വിസ വാലിഡ് ആണെങ്കിൽ നിങ്ങൾക്ക് സ്പോൺസറെ വിളിച്ച് ഒരു NOC വാങ്ങിയിട്ട് വരാൻ പറ്റും. കമ്പനി ഇപ്പോഴും ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. സൗദി അറേബ്യയിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു കൗതുകം നിറഞ്ഞ ഒരു വാർത്ത. ഇന്ന് കഅബാലയത്തിന് ചുറ്റും പ്രദക്ഷിണ പാതയിൽ ഒരു വനിത മാത്രമായി തവാഫ് ചെയ്ത സമയമുണ്ടായിരുന്നു. അതിൻ്റെ ഫോട്ടോ, വീഡിയോ വൈറലായിരിക്കുകയാണ്. ഒരാൾ മാത്രം പ്രദക്ഷിണ പാതയിൽ വരിക അപൂർവങ്ങളിൽ അപൂർവം. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. ഏതായാലും അങ്ങനെ ഒരു സാഹചര്യം ഇന്നുണ്ടായി. മറ്റുള്ള ഉദ്യോഗസ്ഥരോ ആളുകളോ ഒക്കെ എന്തെങ്കിലും ജോലിക്ക് വേണ്ടി ക്ലീനിങ് അടക്കമുള്ള കാര്യങ്ങൾക്ക് പോയതോ മറ്റോ ആകാം. എങ്കിലും ആ ഒരു ചിത്രം വൈറലായിരിക്കുകയാണ്. മഹാകവി അക്കിത്തം യാത്രയായി. 94-ാം വയസ്സിൽ. ജ്ഞാനപീഠം അദ്ദേഹം ഏറ്റുവാങ്ങിയത് കഴിഞ്ഞ മാസമാണ്, സെപ്റ്റംബർ 24-ന്. എല്ലാ പുരസ്കാരവും, ഒരു കവിക്ക് കിട്ടാവുന്ന എല്ലാ പുരസ്കാരങ്ങളും വാങ്ങിയിട്ടാണ് അദ്ദേഹം യാത്രയായത്. സ്കൂൾ ക്ലാസ്സുകളിലൊക്കെ എല്ലാവരും പഠിച്ചിട്ടുള്ളതാണ്, വെളിച്ചം ദുഃഖമാണുണ്ണി, തമസ്സല്ലോ സുഖപ്രദം. ഇരുട്ടിനെ സുഖപ്രദമെന്ന് പറയാൻ തക്ക കാരണമെന്താണ്? വെളിച്ചം ദുഃഖമാണെന്ന് പറയാൻ കാരണമെന്താണ്? വെളിച്ചത്ത് കാണുന്ന പല കാര്യങ്ങളും കവിയെ നിരാശപ്പെടുത്തി. ഇരുട്ടിലാണെങ്കിൽ പലതും അറിയേണ്ടതില്ലല്ലോ എന്നുള്ള രൂപത്തിലാകാം. ഒരുപാട് പ്രതീക്ഷിച്ചിട്ട് കിട്ടിയ നിരാശയുടെ ഫലമാകാം കവി അങ്ങനെ പാടിയതെന്ന് പറഞ്ഞു സ്കൂൾ ക്ലാസ്സുകൾ പഠിച്ച ആ വരി സംഭാവന ചെയ്ത അക്കിത്തം യാത്രയായി. NIA 10 പ്രതികൾക്ക് ജാമ്യം കൊടുത്തു. സ്വപ്നയ്ക്കും സരിത്തിനും കിട്ടില്ല. കാരണം ജാമ്യ ഹർജി അവർ തന്നെ പിൻവലിക്കേണ്ടി വന്നു. കൊഫെപ്പോസ നിയമപ്രകാരം കരുതൽ തടങ്കലിലായതുകൊണ്ട്. ശിവശങ്കറിൻ്റെ കാര്യത്തിൽ 23-ാം തീയതി വരെ
അറസ്റ്റ് തടഞ്ഞുകൊണ്ടും കോടതി പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് 7789 കേസുകൾ, 23 മരണം. 6 അടി അകലം പാലിച്ചുകൊണ്ട് 200 പേർ മാത്രം പങ്കെടുത്തുകൊണ്ട് സാംസ്കാരിക പരിപാടികളൊക്കെ നടത്താം എന്നാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത്. ചെറിയ ഇളവുകൾ വരികയാണ്. അതൊക്കെ അന്താരാഷ്ട്ര വിമാനയാത്രയിലും പ്രതിഫലിക്കുമോ എന്നറിയില്ല. എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഈ എയർ ബബിൾ എഗ്രിമെൻറ്റും കൊണ്ട് ഇങ്ങനെയൊക്കെ പോയാൽ ഒരുപാട് പ്രശ്നമുണ്ട്. നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ നിന്ന് വിസ എടുത്തിട്ട് നാട്ടിൽ ആ വിസ ഉപയോഗിക്കാൻ പറ്റാതെ കഴിയുന്ന ഒരുപാട് വിസിറ്റ് വിസക്കാരുണ്ട്. 300, 350, 400 ഒക്കെ കൊടുത്തെടുത്ത ആ വിസക്കാർ അവരിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും, ഞങ്ങൾക്ക് വരാൻ പറ്റുമോ? അതുപോലെ നാട്ടിൽ വെച്ച് വിസ എക്സ്പയറി ആയിപ്പോയ ആളുകളുണ്ട്. ചില ആളുകളൊക്കെ എങ്ങനെയെങ്കിലും വന്നു അപ്രൂവലൊക്കെ വാങ്ങിയിട്ട്, ഭൂരിഭാഗത്തിനും വരാൻ പറ്റിയിട്ടില്ല. അവർക്കും വരണമെങ്കിൽ സാധാരണ ഷെഡ്യൂൾഡ് ഫ്ലൈറ്റുകൾ വരണം എന്നാണ് ഗവൺമെൻറ് അന്ന് പറഞ്ഞിരിക്കുന്നത്, ജൂലൈ 12-ന്. ആ ഫ്ലൈറ്റുകൾ പ്രതീക്ഷിച്ച് കുറേ ആളുകൾ കാത്തിരിപ്പാണ്. അതുകൊണ്ട് സാധാരണഗതിയിലുള്ള ഫ്ലൈറ്റ് സർവീസുകൾ ഉടൻ ആരംഭിക്കേണ്ടത് ആവശ്യമാണ്. ഇന്ന് സൗദി അറേബ്യയിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്കിടയിലുള്ള ഏറ്റവും കുറഞ്ഞ മരണനിരക്ക് 19 പേരാണ് മരിച്ചത്. ഇന്ന് 472 കേസുകളും. ഖത്തറിൽ 2 പേർ മരിച്ചു. കുറേ ദിവസങ്ങളായിട്ട് മരണസംഖ്യ ഇല്ലായിരുന്നു. 200 പേർക്ക് രോഗബാധ. UAEയിൽ 2 പേർ മരിച്ചു നേരത്തെ പറഞ്ഞു. കുവൈറ്റിൽ 8 പേരാണ് മരിച്ചത്. ഒമാനിൽ 10 പേരാണ് മരിച്ചത്. ബഹ്റിനിൽ കുറച്ചുകൂടി കഴിഞ്ഞിട്ടായിരിക്കും റിപ്പോർട്ട് വരിക. ഇന്ന് എല്ലാ രാജ്യങ്ങളിലും, ബഹ്റിനൊഴികെ ഇതുവരെ റിപ്പോർട്ട് വന്ന രാജ്യങ്ങളിലൊക്കെ മരണസംഖ്യ ഉണ്ടായി. സൗദി അറേബ്യയിൽ ഗണ്യമായി കുറഞ്ഞു എന്ന ആശ്വാസമുണ്ട്. സൗദി അറേബ്യയിൽ കുറഞ്ഞേ പറ്റൂ, അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ടി പല രാജ്യങ്ങളിൽ കിടക്കുകയാണ്. സൗദിയിൽ തിരിച്ചെത്തിയില്ലെങ്കിൽ ജീവിതം. ഈ കോവിഡ് കാരണം ഗൾഫ് രാജ്യങ്ങളിൽ ഇങ്ങനെ സർവീസുകൾ കുറയുന്നതൊക്കെ അടിസ്ഥാനമാക്കി പറഞ്ഞാൽ കേരളമാണ് ഏറ്റവും വലിയ വില കൊടുക്കേണ്ടി വരുന്നത്. നമ്മുടെ അടുക്കളകളിൽ തീ പുകയണമെങ്കിൽ ഗൾഫ് സജീവമാകണം എന്ന ഘട്ടത്തിലൂടെ കടന്നു പോകുന്നൊരു സംസ്കാരമാണല്ലോ കഴിഞ്ഞ 55 വർഷമായി നിലകൊള്ളുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ 30 വർഷമായിട്ട് അത് സജീവമാണ്. 40 വർഷമായിട്ട് അങ്ങനെ ഒന്നാണ് ആലോചിച്ചു കൊണ്ടിരുന്നത്. ഏതായാലും ഈ ഘട്ടത്തിൽ അതിൽ നിന്ന് പിന്മാറാൻ സാധ്യമല്ല, ബദൽ പരിപാടികൾ കണ്ടുപിടിക്കുന്ന കാലം വരെ. ഇപ്പോൾ നോർക്ക റൂട്ട്സൊക്കെ ഓരോ രാജ്യങ്ങളിലേക്ക്, ഗൾഫ് അല്ലാത്ത സ്ഥലങ്ങളിലേക്കും ആളുകളെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടിയൊക്കെ നടപടി ആരംഭിക്കുന്നുണ്ട്. ഔദ്യോഗികമായി തന്നെ ചൂഷണത്തിന് വിധേയമാകാതെ പോകാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഏർപ്പാടാക്കുന്നുണ്ട്. ഏതായാലും കേരളം അങ്ങനെ ഗൾഫുമായിട്ട് വലിയ പൊക്കിൽക്കൊടി ബന്ധത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇവിടെയൊക്കെ ഒന്ന് ഉഷാറായാൽ മാത്രമേ നമ്മുടെ നാടും അതിനനുസരിച്ച് മുന്നോട്ട് പോകൂ എന്ന കാര്യം ഓർക്കണം. 73,64,000 ഇന്ത്യയിൽ മൊത്തത്തിൽ രോഗബാധ. 1,12,000 ആളുകൾ മരിച്ചുപോയി. ഇന്ന് കേസുകൾ കുറവാണ്, 60,000-ൽ താഴെയാണ് ഇതുവരെ. ആഗോളാടിസ്ഥാനത്തിൽ 3,90,00,000, 4 കോടിയിലേക്ക് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഒരു ദിവസം ഇതുപോലെ 3 ലക്ഷമൊക്കെ ആണെങ്കിൽ ഇനി 3-3.5 ദിവസം മതി 4 കോടിയാകാൻ എന്ന മട്ടിൽ പോകുന്നു. 86,71,000 ആളുകൾ മാത്രമേ ഇപ്പോൾ രോഗബാധയുമായി മുന്നോട്ട് പോകുന്നുള്ളൂ. അത്ര പേരേ ഉള്ളൂ. അത് ആശ്വസിക്കാൻ പറ്റിയൊരു കണക്കാണ്. 750-ലധികം കോടി ജനസംഖ്യയിൽ 86,71,000 ആളുകൾക്കാണ് ഇപ്പോൾ ഈ വൈറസ് ഉള്ളത്. അതിൽ ഇന്നാദ്യമായി 71,000 ആളുകൾക്ക് ഗുരുതരാവസ്ഥ എന്ന റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. അത് കൂടുതലാണ്. ആ എണ്ണം കുറച്ചുകൊണ്ട് വന്നേ പറ്റൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക, മനസ്സിരുത്തുക, ജാഗ്രത പാലിക്കുക. നമുക്കും നല്ലത് വരും. ഈ കാലഘട്ടത്തിൽ നിന്ന് മുക്തി പ്രാപിച്ച് നമ്മളൊക്കെ സ്വതന്ത്രരായി വീണ്ടും എല്ലാവരും യഥേഷ്ടം പുറത്തിറങ്ങുന്ന കാലം സ്വപ്നം കണ്ടുകൊണ്ട് നമുക്ക് ഈ രാത്രിയും കഴിച്ചുവിടാം, ഈ വീക്കെൻഡും കഴിച്ചുവിടാം. നന്ദി, നമസ്കാരം.